CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ധാക്കയിലെ സെൻട്രൽ ഓഫീസ് പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CJP പ്രക്ഷോഭത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഐസൻ ജോസാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ഐസൻ, എന്തായാലും ലക്ഷ്യം സുവ്യക്തമായി തന്നെ പുറമേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യം, വിവരങ്ങൾ. തീർച്ചയായും മാരിയ, ഈ ലക്ഷ്യം കൃത്യമായി പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം തന്നെയാണ് ഈ കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ബംഗ്ലാദേശിൽ ഇത്തരത്തിലും ഈ പാർട്ടിയുടെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംവിധാനങ്ങൾ ബംഗ്ലാദേശിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അതായത് നമുക്കറിയാവുന്നതാണ്, പല കുറ്റവാളികളെയും ജയിൽ മോചിതരാക്കുകയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഒരു അരക്ഷിതാവസ്ഥ ആ മേഖലയിൽ അല്ലെങ്കിൽ ആ രാജ്യത്ത് സൃഷ്ടിച്ചതിൽ മുന്നിൽ നിന്ന ഒരു സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ തന്നെ സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന ഉൾപ്പെടെയുള്ള വരെ പുറത്താക്കുന്നതിനുള്ള നീക്കങ്ങളിലൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു സംവിധാനം കൂടിയാണ്. ഈ സംവിധാനമാണ് ഇപ്പോൾ പരിപൂർണ്ണ പിന്തുണ. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സെൻട്രൽ ഓഫീസ് പുറപ്പെടുവിച്ചൊരു പ്രസ്താവനയാണ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ. അതിൽ കൃത്യമായി പറയുന്നത്, ഈ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഉപാധിരഹിതമായ ഐക്യപ്പെടൽ അല്ലെങ്കിൽ ഉപാധിരഹിതമായ പിന്തുണ ഈ CJP പ്രക്ഷോഭങ്ങൾക്ക് നൽകുന്നു. CJP പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ കാര്യമായ പ്രസക്തമായ കാര്യങ്ങളാണ്. ഈ സംഘർഷം തുടരുന്നതിന് അല്ലെങ്കിൽ ഈ അജിറ്റേഷൻ തുടരുന്നതിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും ധാർമ്മിക പിന്തുണയും നൽകുന്നു എന്ന രീതിയിൽ കത്ത് കൊണ്ടുവരികയും അതിനകത്ത് മറ്റൊരു നിർണായകമായ ഒരു പ്രസ്താവന കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് ഇസ്ലാമിക വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾ ലോകം മുഴുവൻ ഒരു പുരോഗതി ആർജിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുന്നേറ്റത്തിനും പ്രത്യേകതയുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ ഈ കത്തിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയും ഗൗരവമേറിയൊരു പരാമർശം ഇതിലുണ്ടാകുമ്പോൾ തീർത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ CJP എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്നിൽ നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി സ്വാഭാവികമായും പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ പിന്നിലെ ലക്ഷ്യം എന്തെന്ന് സംബന്ധിച്ച കൃത്യമായൊരു നീക്കമാണ്. അടിച്ചമർത്തലുകൾക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭമായാണ് ഇതിനെ കണക്കാക്കേണ്ടത് എന്ന രീതിയിലൊക്കെയാണ് ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമി ഈ സമരത്തെ പരാമർശിക്കുകയും ചെയ്യുന്നത്. പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവർക്കെതിരായ നീക്കങ്ങളെതിരെ, അതായത് ഇത്തരത്തിലുള്ള അതിക്രമ സമരങ്ങൾ നിയന്ത്രിക്കുന്ന സർക്കാർ നടപടികൾക്കെതിരെയും ചില പരാമർശങ്ങൾ ഈ കത്തിൽ കാണുന്നുണ്ട് എന്നതും വ്യക്തമാണ്. തീർച്ചയായും ഈ ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമി നൽകുന്ന പിന്തുണ എന്ന് പറയുമ്പോൾ ആ പിന്തുണ നൽകുന്നതിൽ നിന്നും ലഭ്യമാകുന്ന ചില സൂചനകൾ ഈ ഛിദ്രശക്തികളുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട്. ഇക്കാര്യത്തിലുള്ള ചിത്രശക്തികളുടെ ഇടപെടൽ തന്നെയാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യവും നേരിൽ കാണുകയാണ് ഇപ്പോൾ ഡൽഹി. ആര്യ. തീർച്ചയായും ഐസൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും CJPക്ക് എന്തായാലും പിന്തുണ പ്രഖ്യാപിച്ച് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി പ്രത്യക്ഷമായി തന്നെ വന്നിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റു മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഇത് കലാപശ്രമം തന്നെയാണ്. ഇതിന് വിഘടനവാദ സംഘടനകളുടെയും ഫണ്ടിംഗ് ഉൾപ്പെടെ വരുന്നുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായി പറഞ്ഞു വെച്ചതാണ്. അത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്? തീർച്ചയായും അക്കാര്യങ്ങൾ അതായത് ഏത് രീതിയിലാണോ ബംഗ്ലാദേശിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായത്, അതിന് മുന്നിൽ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് നിന്നത്, ബംഗ്ലാദേശിൽ എങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു കാവൽ മന്ത്രിസഭ പോലെ മുഹമ്മദ് യൂനുസിൻ്റെ മന്ത്രിസഭ ഉണ്ടായത്, അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു പ്രക്ഷോഭം പുറപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നീക്കമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിയത്. അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പല പ്രവർത്തകരും ജയിലിലായിരുന്ന പലവരെയും തുറന്നു വിടുകയൊക്കെ ചെയ്ത വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെയായിരുന്നു ആ രാജ്യത്തെ ഒരു സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു മത സൗഹാർദ്ദ സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു നീക്കത്തിലേക്ക് വന്നെത്തുകയും ചെയ്തത്. അതേ സംഘടന തന്നെ ഈ ഭാരതത്തിലെ ഈ CJPയുടെ പ്രക്ഷോഭങ്ങളെ ന്യായീകരിക്കുന്ന ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇത് ഈ ആത്മാർത്ഥമായ ഇടപെടലിനെ അംഗീകരിക്കുന്നു. ഈ ആത്മാർത്ഥമായ ഇടപെടൽ ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടുകളൊക്കെ, അതല്ലെങ്കിൽ ഒരു ആശംസകളൊക്കെ ഇതിൽ അറിയിക്കുന്നുണ്ട് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. തീർച്ചയായും ഇത് ഗൗരവമേറിയ ഒരു സാഹചര്യമായി മാറുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവത്തിലേക്ക് CJPയുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നീക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചില സംഘടനകൾ കൂടി വിദേശത്ത് നിന്ന് കൃത്യമായും പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിലും സമാന രീതിയിൽ ചിന്തിക്കുന്ന ചില ഇസ്ലാമിക വിഭാഗങ്ങളുണ്ട്. അത്തരം വിഭാഗങ്ങളെ കൂടി ഈ പ്രശ്നത്തിൻ്റെ ഒരു രൂക്ഷതയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളൊരു നീക്കം കൂടി, അതായത് നമുക്കറിയാവുന്നതാണ്, നമുക്ക് ഈ കേരളത്തിലും ഭാരതത്തിലും ആകമാനവും പ്രവർത്തിക്കുന്ന പല ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള സംഘടനകളുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവമുള്ള സംഘടനകളുണ്ട്. ഈ സംഘടനകളെയൊക്കെ ഈ സമരത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഐസൻ എന്തായാലും കൃത്യമായി തന്നെ
നിലവിലെ സാഹചര്യത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് സംശയമുണ്ടായിരുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം സമൂഹത്തിന് മുമ്പിൽ എത്തിക്കാൻ സാധിച്ചു എന്ന് തന്നെയല്ലേ ഇപ്പോൾ പറയാൻ സാധിക്കുക? തീർച്ചയായും ആര്യ, അതുതന്നെയാണ് നമുക്കിപ്പോൾ നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. കാരണം പരസ്യമായി ജമാഅത്തെ ഇസ്ലാമി പുറത്തു വരുന്നത് നമുക്കറിയാവുന്നതാണ്. ഈ പാർട്ടി രൂപീകരിക്കുന്ന അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ ഇൻ്റർനെറ്റ് സംവിധാനം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ക്യാമ്പയിൻ ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ രാഷ്ട്രീയ പാർട്ടി എന്നും പരാമർശിക്കാനൊന്നും സാധിക്കില്ല എങ്കിൽ കൂടി ഒരു ഇൻ്റർനെറ്റ് ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഓൺലൈൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റിലൊക്കെ വലിയൊരളവോളം അതല്ലെങ്കിൽ വലിയ കോടിക്കണക്കിന് സബ്സ്ക്രൈബർമാർ വന്നിരുന്നത് പാകിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്നുമാണ് എന്ന ചില റിപ്പോർട്ടുകൾ തന്നെ ചില സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ ഇതിൻ്റെ സ്ട്രെങ്ത് എല്ലാം തന്നെ ഭാരതവിരുദ്ധമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നവരുടെ ഒരു സമൂഹമായി മാറിയിരുന്നു എന്നത് അന്ന് തന്നെ യാഥാർത്ഥ്യമായിരുന്നു. മാത്രമല്ല, ഇത് ഒരു ഇൻ്റർനെറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലെ ഒരു തമാശയായി തുടങ്ങി വെച്ച ഒരു പരിപാടിയായിരുന്നുവെങ്കിൽ അത് വളരെ നിസ്സാരമായ യുക്തിഹീനമായ ചില കാര്യങ്ങളൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് അതിൻ്റെ പേരിൽ ആ ക്യാമ്പയിൻ്റെ പേരിൽ, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ക്യാമ്പയിൻ്റെ പേരിൽ ഈ നീക്കങ്ങളെല്ലാം തന്നെ കൃത്യമായി മാറ്റിക്കൊണ്ടുവരുന്നൊരു രീതി അല്ലെങ്കിൽ ഒരു ചിത്രമുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായി തുടക്കത്തിൽ അതിനൊരു ജനകീയ പരിവേഷം നൽകുന്നതിനുള്ള നീക്കമാണ് ആദ്യം നൽകിയത് എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ബംഗ്ലാദേശിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭ സ്വഭാവങ്ങൾ നടത്തിയ ഒരു സംവിധാനം പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ മറനീക്കി പലതും പുറത്തു വരുന്നുണ്ട്. വ്യക്തമാണ്. ഐസൻ ജോസാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.